ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിനെടുത്ത വീഡിയോ ആണ്. ഇടാനായിട്ട് ഒരുപാട് ലാഗായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. നമ്മൾ ഓണത്തിൻ്റെ ടൈമിൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെയാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടുള്ളത്. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററും ബ്രദറും പിന്നെ കുഞ്ഞുങ്ങളും അമ്മായിയും എല്ലാവരുമായിട്ടായിരുന്നു പോയത്. അപ്പം നമ്മളാണെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സും ബേക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയപ്പോൾ ഒരു ഉപ്പേരി മേള എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ ഫ്രൈഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമ്മുടെ ചിപ്സ് സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല. തൊട്ടപ്പുറത്തുള്ള ബേക്കറിയിൽ നിന്ന് ഫ്രൂട്ട്സ് ആ ഒരു കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. അങ്ങനെ ഫ്രൂട്ട്സും ബേക്കറിയൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോഴത്തേന് നമ്മളിങ്ങനെ നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയപ്പം അച്ചാറും അതുപോലെ അവിയലും പിന്നെ ചീനി ബീഫ് കറിയൊക്കെ നിങ്ങൾ വെക്കുമ്പോൾ ഓണത്തിന് ബീഫ് കറി വന്നു. ഇപ്പോൾ അതൊക്കെ ഒരു ട്രെൻഡാണല്ലോ. പിന്നെ ഇഞ്ചി പിന്നെ മോരും പയറ് തോരനും പപ്പടവും അങ്ങനെ അത്യാവശ്യം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ആദ്യം പോയവരായിട്ട് അങ്ങ് ഇരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ആഗ്രഹം വന്നിട്ട് എല്ലാവരും വിളമ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേനും കുഞ്ഞാവ ട്രാവലൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് കുഞ്ഞാവയും ലേയൂട്ടനും അങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി രണ്ടുപേരും പിന്നെ ആക്റ്റീവായിട്ട് തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഓരോരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഐഫോൺ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അഹിയോട് നമ്മൾ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കൊന്നുമില്ല. പിന്നെ ഞാനും കുറച്ച് ഇഞ്ചിക്കറിയും അതൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ അക്ക വന്നിട്ട് കളിയാക്കുമായിരുന്നു ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എല്ലാം നമ്മളിങ്ങനെ വിളമ്പി സെറ്റാക്കി കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാനും അങ്ങിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എനിക്കിങ്ങനെ പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് പിന്നെ അച്ചാറിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അതിങ്ങനെ പായസം ഉണ്ടായിരുന്നു, നമ്മുടെ സേമിയ പായസം. അങ്ങനെ അത് കുടിച്ചു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും കൂടെ കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ സിസ്റ്റേഴ്സ് എല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോയത്. കുഞ്ഞിൻ്റെ അടുത്ത് പോയപ്പം അവൾ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ എന്തൊക്കെയോ ഇങ്ങനെ കളിച്ചും ചിരിച്ചുമൊക്കെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പം നമ്മുടെ JCBയുടെയൊക്കെ ഓണറായിട്ടുള്ള ആളവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഹൈസൂട്ടിനും കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കുകയാണ്. അവർക്ക് ഫുഡ് കൊടുക്കാനാണെങ്കിൽ അവരങ്ങോട്ടോടും ഇങ്ങോട്ടോടും അപ്പോൾ പിടിച്ചിർത്തി ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി. അപ്പോൾ അങ്ങനെ ആ ഒരു ടോയ്സൊക്കെ കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഫുഡുമൊക്കെ വാരി കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് സിസ്റ്ററും ഇരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ഇരിക്കുന്നവരോട് ഇരുന്നപ്പോഴത്തേന് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേന് പിന്നെ നമ്മൾ ചായ കുടിക്കുന്ന ആ ഒരു ടൈമൊക്കെ ആയപ്പം ഹൈസൂട്ടൻ പിന്നെയും വണ്ടിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് പല പല വണ്ടികൾ കിട്ടുമ്പോൾ അത് ഓരോന്നോരോന്നിങ്ങനെ എടുത്തുകൊണ്ട് അങ്ങ് ഇറങ്ങുവാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഓൾറെഡി ഒരു മാരേജിന് പോയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഫംഗ്ഷന് പോയതുകൊണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ ഹൈസൂട്ടനും കുഞ്ഞും കളിക്കുന്ന കണ്ടിട്ട് അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുഞ്ഞാവ കിടക്കുന്നുണ്ട്, അവളുടെ കൂടെ കുറച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ലീറ ബേബിയുടെ കൂടെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഐസ്ക്രീം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഫാൻസാണ് ഞങ്ങൾ ഏറെക്കുറെ എല്ലാവരും. അപ്പോൾ പിന്നെ ഐസ്ക്രീം വന്നപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഫ്ലേവറും പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീമും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോർമൽ വാനിലയുടെ കൂട്ടല്ലല്ലോ, ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ പിന്നെ എല്ലാവർക്കും വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതൊക്കെ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാനുള്ള ടൈം. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ചായയുടെ കൂടെ തന്നെ നമുക്ക് ബോണ്ടയും പരിപ്പ് വടയും പിന്നെ നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടല്ലോ, അതിന് വേറെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, വട്ടയപ്പം എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ എല്ലാവരും പിന്നെ സീറ്റൗട്ടിലൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് വന്ന പരിപ്പോട് ആര് കഴിക്കും എന്നുള്ളൊരു രീതിയിൽ ഇരുന്നിരുന്നു. പിന്നെ ആരൊക്കെ കഴിച്ച് തീർത്ത് നമ്മളെന്തായാലും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആറ് കാണാൻ പോകാമെന്ന് വെച്ചിട്ട്, അവിടെ ഒരു ആറുണ്ട് അടുത്തായിട്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി. ജസ്റ്റ് അവിടെ വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, പ്രത്യേകിച്ച് കാണാൻ അവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ആറ് കാണാൻ പോയി. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് കിടപ്പുണ്ട്, അല്ലാതെ കാണാനായിട്ട് വലിയൊരു സംഭവമൊന്നും ഇല്ല. പിന്നെ അഹിയും ഐഫൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നത് കൊണ്ട് തന്നെ അവരവിടെ ഫുള്ള് കറങ്ങി നടക്കുമായിരുന്നു. അവർക്ക് ആ സ്ഥലം ഫുള്ളായിട്ട് അറിയാമല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്നപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ കൊല്ലത്ത് ആശ്രമ മൈതാനത്തിൽ ഫെസ്റ്റ് കിടക്കുന്നുണ്ട്, അവിടെ പോകാൻ. അങ്ങനെ പിന്നെ ആ ഒരു ഫെസ്റ്റിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, പെട്ടെന്നുള്ളൊരു പെട്ടെന്നായിരിക്കും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം ആ ഒരു ടൈമിൽ കുറച്ച് ലേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇപ്പം ആറ് കാണാൻ പോയ സമയത്ത് അവിടെ പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ പോകുമായിരുന്നു. എന്തായാലും നമ്മൾ ലേറ്റായി. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫെസ്റ്റിന് പോകുമായിരുന്നു. അപ്പോൾ ഫെസ്റ്റിന് പോയപ്പോൾ ഒന്നും പറയില്ല, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും പോയി കണ്ടു വെക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.